അതൊന്നും നമ്മൾ ആരും മിസ് ചെയ്തിട്ടില്ല. ഒരു വലിയ രഹസ്യം പറയാൻ പോകണേ, ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ലാത്തത്. ഷീല എൻ്റെ ഗുരുവാണ്. എങ്ങനെ ഗുരുവായെന്ന് ചോദിച്ചാൽ, ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് വരെ എനിക്ക് പ്രേമത്തിനെ കുറിച്ച് യാതൊരു പിടിയില്ലായിരുന്നു. പ്രേമമെന്ന് പറഞ്ഞാൽ ലൈഫിലെ പ്രേമമല്ല, ലൈഫിലും അങ്ങനെ വലിയ പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിലെ പ്രേമത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ പ്രേമിച്ച് ഒരു പാട്ട് പാടി അഭിനയിച്ചത് ഷീലയുത്താണ്. എൻ്റെ ആദ്യത്തെ പടത്തിൽ, മൂട് പടത്തിൽ. സത്യം പറഞ്ഞാൽ പലതും അവിടെ വെച്ച് ഡയറക്ടറുകളും കൂടുതൽ അതെങ്ങനെ ചെയ്യണം, ഏത് വിധത്തിൽ ചെയ്യണം, എങ്ങനെ നോക്കണമെന്നൊക്കെ പറഞ്ഞു തന്ന ഷീലയാണ്. അപ്പോൾ ആ രീതിയിൽ പാട്ട് പാടി പ്രേമിക്കുന്ന രംഗത്തിൻ്റെ ഗുരുവാണ് ഷീല. ഒരു ഗുരുവന്ദനമല്ലേ മധുസാറ് കൊടുത്ത്? എനിക്കെന്നെ ഓർമ്മയില്ല, കാര്യം എന്താ പറയുന്നത് എനിക്ക് ഓർമ്മയില്ല. എന്താ മൂടുപടത്തിലെ പാട്ടുണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ കുറച്ച് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ക്യാമറ എവിടെയാണ്, എന്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്, നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കണം, ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു ചെറിയൊരു ബോധം വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങേരാണെങ്കിൽ ഇങ്ങനെ ഒരു ആളായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയല്ലേ, ഒരു മഴുവായിട്ട് എന്ന് ഞാൻ പറയുന്നില്ല, എന്ന് വന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ തൊട്ടോ നിൽക്കും. അപ്പോൾ നമ്മൾ തൊട്ട ഒരു പെണ്ണ് തൊടുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു അയവ് വരില്ലേ. ഏത് പെണ്ണായാലും ഒരു ആണിനെ പോയി തൊടുമ്പോൾ, ഒരു പ്രേമിക്കുന്ന സാർ കുറച്ച് ഞാൻ തൊടുമ്പോൾ ഒന്ന് അയവ് കാണിക്കും. അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും അങ്ങനെ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മൂപ്പരെ പരിവത്തിലാക്കിയത്. ഓ, അങ്ങനെയാണ് പ്രേമം പഠിച്ചിട്ട് ദൈവമേ പ്രേമിക്കാൻ അറിയാത്ത ഒരാള്. മധു സാറേ, അടിവരയിട്ടോ, ഒരു പ്രേമിക്കാൻ അറിയാത്ത ഒരാളെന്ന് കേട്ടോ, ശ്രദ്ധിച്ചോണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ പാട്ടിലെ ഇങ്ങനെയുള്ള ഒരുപക്ഷെ മധുസാറ് ഉദ്ദേശിച്ചത് ആ ഒരു രംഗത്തിന് പരിപൂർണമായിട്ടുള്ള വികാരപരത ആ കഥാപാത്രത്തിന് നൽകാൻ കഴിയുന്നു. മുഖത്ത് സ്ഫുരിക്കുന്ന ആ ഭാവങ്ങൾ, അതിൽ ഷീലാമ്മയുടെ ഒരു സാമർത്ഥ്യത്തെക്കുറിച്ചും വൈദ്യുത്യത്തെക്കുറിച്ചായിരിക്കും വേണമെങ്കിൽ മധുസാറ് ഒരു കോംപ്ലിമെൻ്റായിട്ട് പറഞ്ഞത്. ഇൻഡയറക്റ്റ്ലി മുള്ളിക്ക് സിനിമയിൽ പ്രണയം പഠിപ്പിച്ചു കൊടുത്തതും ഷീലാമ്മയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നല്ല കാലം സിനിമയിൽ പ്രണയം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അത് വേറെ കോൺട്രവേഴ്സി. അടുത്ത പ്രധാനപ്പെട്ട നിങ്ങൾ ഇങ്ങനെ പ്രേമം പഠിപ്പിച്ചു കൊടുത്തു എന്ന് മന്ത്രക്കോലായിട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറയും? നോ കമന്റ്സ്.